ഒരു ട്രിപ്പ് പോയെന്നതിൻ്റെ ഹാങ് ഓവറാണ് കേട്ടോ ഡാൻസ് കളിച്ച് ഞങ്ങൾ തീർത്തത്. ഇപ്രാവശ്യം പെരുന്നാൾ ട്രിപ്പ് ഊട്ടിക്കായിരുന്നു കേട്ടോ. നല്ലൊരു അടിപൊളി ക്ലൈമറ്റുള്ള ടൈമിലാണ് പോയത്. അടിപൊളി നല്ല കോടയും ഒരു നേരെ സാറ്റൽ മഴയൊക്കെ ഇടക്ക് പെയ്തിട്ടുള്ള നല്ലൊരു ദിവസമായിട്ടോ ഞങ്ങൾക്ക് ട്രിപ്പിനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ മോനൊക്കെ നല്ലോണം എൻജോയ് ചെയ്തിട്ടോ. മോൻ മാത്രമല്ല ഞങ്ങളെല്ലാവരും ട്രിപ്പിന് പോയ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ. കസിൻസൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടിയാൽ പിന്നെ പറയണ്ടല്ലോ മേളം. അത് കുറേ കാലത്തിന് ശേഷം കൂടാണ് ഈ ഒരുമിച്ച് കൂടലെന്നുണ്ടാകുമ്പോൾ അതിനൊന്നുകൂടെ രസം കൂടുമല്ലേ. കുട്ടീസൊക്കെ എല്ലാവരും ഒന്നിച്ചുള്ള ഫോട്ടോ കിട്ടിയിട്ടില്ല എന്ന് കേട്ടോ ഈ ട്രിപ്പിനുണ്ടായ ഏറ്റവും വലിയ നഷ്ടം. ഓരോരുത്തരും ഓരോ തലക്ക് ഓടുന്നു, എല്ലാവരും ഒന്നിച്ചൊരു ഫോട്ടോ കിട്ടിയതേ ഇല്ല. പിന്നെ നല്ല കോടന്റെ ആ ടൈമിലൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ആ സമയത്ത് നമ്മളത് എൻജോയ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. പിന്നെ കുട്ടികളും എല്ലാവരും കൂടെ ആയിട്ടുള്ള ട്രിപ്പ് ആകുമ്പോൾ നമുക്ക് എല്ലാവരും ഒന്നിച്ച് കിട്ടൂല. എല്ലാവരും പല ടീമായിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ നടക്കുന്നത്. ട്രിപ്പിന് പോയ മൊത്തം ആൾക്കാരെ ഒരു പിക്ക് പോലും കിട്ടിയിട്ടില്ല എന്ന് കേട്ടോ ഈ ട്രിപ്പിനുണ്ടായ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നന്നായിട്ട് ആസ്വദിച്ചു എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല കോടയും ആ ഒരു ചെറിയ ചാറ്റൽ മഴ തന്നെയായിരുന്നു കേട്ടോ ആ ദിവസത്തിന്റെ ഒരു പ്രത്യേകത. പിന്നെ വലിയ വിചാരിച്ച അത്ര ബ്ലോക്ക് ഒന്നും ഉണ്ടായി. പെരുന്നാളിന്റെ സീസൺ അല്ലേ, ഭയങ്കര ബ്ലോക്ക് ആവും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഓരോരുത്തർ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന തിരക്കിലാണ്. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ആ ദിവസം നല്ലൊരു അടിപൊളിയായിട്ടാണ് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മൾ വേറൊരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ മോനത് ഭയങ്കര ആകാംക്ഷയോട് നോക്കാൻ പോകണം കേട്ടോ. ഈ ഫുഡ് വേസ്റ്റ് ഒക്കെ ഇട്ട സ്ഥലത്ത് കുരങ്ങന്മാരുടെ ഫുഡ് തപ്പാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചെറിയ കുഞ്ഞു ബേബിനെ കണ്ടിട്ടാട്ടോ എൻ്റെ മോൻ പോയി നോക്കുന്നത്. അവർക്ക് നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റുകളുണ്ട്. അതിൻ്റെ കൂടെ അവർ അതും എടുത്ത് കഴിക്കും എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ പറയണത് ഫുഡ് വേസ്റ്റ് ഈ വേസ്റ്റ് കളയുന്നിടത്ത് പ്ലാസ്റ്റിക് ഇടരുത് എന്നുള്ളത്. അവർക്ക് വിശപ്പ് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. തപ്പി തപ്പി തിന്നാണ്. കുറേ ചോളൊക്കെ എടുത്ത് തിന്നണ കണ്ടു. ഒരു കുഞ്ഞു ബേബിനെ കണ്ടിട്ട് എൻ്റെ മോനെ എൻ്റെ അടുത്തേക്ക് പോയി നോക്കുന്നത്. ഒട്ടുമിക്ക കുരങ്ങന്മാരെ എടുത്തും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കുട്ടികളുണ്ട് കേട്ടോ. അടുത്ത് വന്നിട്ട് ഇതുങ്ങൾക്കൊന്നും പേടിയില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഇവർക്ക് ശീലമായതുകൊണ്ടായിരിക്കും. പാല് കുടിക്കണ ഒരു ചെറിയ കുട്ടി. എൻ്റെ മോൻ അത് കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ നടക്കുന്നത്. അങ്ങനെ മേത്തേക്ക് ചാടോ എന്നുള്ളൊരു ചെറിയൊരു പേടിയുണ്ട്. അപ്പൊ അവരവരെ പണി നോക്കി നടക്കട്ടെ. അതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറ് ഇതുകൊണ്ടാണ് കേട്ടോ പ്ലാസ്റ്റിക് ഇടരുത് എന്ന് പറയുന്നത്. എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കുക. ഇതുപോലെ വനമേഖലയിലേക്കൊക്കെ ട്രിപ്പ് പോകുമ്പോൾ പ്ലാസ്റ്റിക് മാക്സിമം വഴിയരികിൽ ഇടാതിരിക്കുക കേട്ടോ. അവരുടെയൊക്കെ സേഫ്റ്റി അല്ലേ. ഒന്നും വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷോ കാണിക്കാൻ വേണ്ടി മാത്രം കുറേ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പ് കാരണം അതുപോലെ പുക ഇട്ട് കളിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ കണ്ട് കുറച്ചൊക്കെ നമ്മൾ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നല്ല ഫ്രഷ് ക്യാരറ്റ് ഉണ്ട് കേട്ടോ. എൻ്റെ മോനത് കണ്ടിട്ട് ഭയങ്കര കൗതുകം തോന്നി. എനിക്ക് വേണം തന്നെ ടോനും വാങ്ങിച്ചു. പിന്നെ ചോളം, കടല, അതുപോലത്തെ ഊട്ടീൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഓരോ സാധനങ്ങളൊക്കെ കണ്ട് നമ്മളതൊക്കെ കണ്ട് കുറച്ച് ഭക്ഷണമൊക്കെ വാങ്ങി കഴിച്ച് കുറച്ച് ഡാൻസൊക്കെ കളിച്ച് കുറച്ച് പാട്ടൊക്കെ പാടി കുറേയൊക്കെ കറങ്ങി നടന്നതിന് ശേഷത്തേക്കും ലേറ്റായി തുടങ്ങി. പിന്നെ മഴ ചെറുതായിട്ട് പെയ്യലും തുടങ്ങി. ഞങ്ങൾ അതൊന്നും വക വെക്കാതെ കുറേ സ്ഥലത്ത് ഞങ്ങൾ കുറേ ചെറിയൊരു സാറ്റൽ മഴ ഉണ്ട്, വീഡിയോയിൽ കാണുന്നില്ല എന്നേ ഉള്ളൂ. മോന് നന്നായിട്ട് എൻജോയ് ചെയ്തെന്നില്ല കേട്ടോ. ഓൻ ഇത്രയും എൻജോയ് ചെയ്ത ട്രിപ്പ് ഞാൻ വേറെ ഉണ്ടായിട്ടില്ല. പിന്നെ ഓൻ ഈ പ്രായമായിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിലും അത്ര ആക്റ്റീവായിട്ട് ഈ ഒരു ട്രിപ്പിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവർക്ക് നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ എന്തായാലും വേറെ അസുഖങ്ങളും കാര്യമൊന്നുമില്ല. പോയി വന്നതിന് ശേഷം വലിയവരും കുട്ടികളും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്ത ട്രിപ്പ് ചെയ്യുന്നു കേട്ടോ. അത് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഏറ്റവും മറക്കാൻ പറ്റാത്ത അനുഭവമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കുറേ ആൾക്കാരൊന്നും വീഡിയോയിൽ പെട്ടിട്ടില്ല. വീഡിയോയിൽ നിൽക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ അതുകൊണ്ട്